നമ്മുടെ സ്വന്തം പൊന്നിക്കുഞ്ഞമ്മയുടെയും ബിനിച്ചേട്ടനും എൻഗേജ്മെന്റും മൈലാഞ്ചിയൊക്കെയാണ്. അപ്പൊ നമ്മൾ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും നേരെ റെഡി ആവാൻ വേണ്ടിട്ട് ഷോപ്പിൽ പോയി. അച്ഛൻ വന്ന പാടെ നല്ല ആറ്റിറ്റ്യൂഡ് ആയിരുന്നു, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ചിരി വന്നു. ഞാനാണെങ്കിൽ മുടി സ്ട്രൈറ്റ് ചെയ്ത് എന്റെ ശരിക്കുള്ള മുടി കണ്ടിപ്പോൾ ഞാൻ അതുപോലെ ആൾക്കാർക്ക് മനസ്സിലാവണ്ടായി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്തിട്ട് മുടി അങ്ങ് സെറ്റാക്കി. ഇതാണ് ഇന്നത്തെ എന്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ മേക്കപ്പ് ആയിരുന്നു. ഞാനും അമ്മയും ചേച്ചിയൊക്കെ റെഡി ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് ഹോളിലേക്ക് എത്തി. നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണ പെണ്ണും ചെറുക്കനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോളിൽ കയറി അപ്പോൾ തന്നെ എൻഗേജ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങി. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഡാൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡിസ്കഷൻസും പ്രാക്ടീസും ഒക്കെ വാട്സപ്പിൽ കൂടെ ആയതുകൊണ്ട് നേരിട്ട് വന്നപ്പോൾ ആർക്കും ഒന്നും അറിയാണ്ടായി. ഇതൊക്കെ നമ്മുടെ കസിൻസാ, എല്ലാവരും നല്ല വൈബാട്ടോ. പിന്നെ നോക്കിയപ്പോൾ മമ്മി ഇരിക്കുന്നുണ്ടായിരുന്നു, ഉണ്ണിച്ചേച്ചി ഹെല്ലോയും പറയുന്നുണ്ടായിരുന്നു. മുത്തൂസ് ആണെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്ന കസേര നെഞ്ചിട്ട് നിന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. തിരിഞ്ഞു നോക്കിയപ്പോൾ കസേര കാണുന്നില്ല, അവിടെ അച്ഛൻ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മൈലഞ്ചിയുടെ ഫംഗ്ഷൻസ് ഒക്കെ തുടങ്ങി. എനിക്ക് സത്യം പറഞ്ഞ ഈ ഒരു പാട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിള്ളേരൊക്കെ മാർഗംകളി അവരുടെ ഡാൻസ് ഒക്കെ ഭയങ്കര വൈബാക്കി. പിന്നെ മൈലഞ്ചി പരിപാടിയിലേക്ക് പൊന്നിക്കുഞ്ഞമ്മയുടെ എൻട്രി ഉണ്ടായിരുന്നു. ഓ മാസായിരുന്നു. അതിന്റെ പാട്ടും ബഹളമൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത പരിപാടി തുടങ്ങി. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്റ്റേജിലൊക്കെ കയറണം വന്നു. കുറച്ച് ചമ്മലായിരുന്നു ആദ്യം, പിന്നെ അതങ്ങ് ഓക്കെയായി. ആ പരിപാടി കണ്ടിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഡാൻസ് തുടങ്ങാറായെന്ന് കേട്ടത്. പിന്നെ വീണ്ടും ടെൻഷനായി. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ഞങ്ങളുടെ ഡാൻസും കഴിഞ്ഞു. എന്നിട്ട് DJ തുടങ്ങി. നിർത്താണ്ട് നിന്ന് ഡാൻസ് കളിച്ചിട്ട് എന്റെ കാലൊക്കെ നല്ല വേദനിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ ഫോൺ എവിടെയോ നിലത്തെ അടി പൊട്ടി. എന്തായാലും ഒരു വല്ലാത്ത ഫൺ ആയിട്ടുള്ള നൈറ്റ് ആയിരുന്നു. എല്ലാവരും നല്ല ഓണായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുത്തില്ല എന്ന് ഓർത്തത്. പിന്നെ അതെന്തായാലും മിസ് ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് പെട്ടെന്ന് ലൈറ്റ് ഒക്കെ ഉണക്കി ഞങ്ങൾ എല്ലാവരും സ്റ്റേജിൽ കയറി. പിന്നെ ഫോട്ടോയും കൂടി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് ഓർത്തത്. പിന്നെ ഫുഡും കഴിച്ച് എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ എനിക്ക് അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.